വെൽക്കം ബാക്ക് ടു അവർ ചാനൽ Iamilhan. ഇന്ന് ഒരു കുഞ്ഞു സെയിൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വളരെ നോർമലായിട്ട് കാണുന്ന കുറച്ച് സാധാരണ നമുക്ക് കിട്ടുന്ന പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു 30 രൂപ 40 രൂപ റേഞ്ചിൽ വരുന്ന കുറച്ച് ചെറിയ ചെടികളാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. പക്ഷേ ഈ ചെടികൾക്ക് കുറേ അധികം ആവശ്യക്കാരുണ്ട്. അതുകൊണ്ടാണ് ഈ ചെടി ഇന്ന് കാണിക്കുകയെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ DTDC കൊറിയർ വഴിയാണ് പ്ലാന്റ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇന്ന് നമ്മൾ കാണിക്കുന്ന പ്ലാന്റ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് എനിക്ക് വാട്സപ്പിലേക്ക് അയച്ചു തരിക. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ കാറ്റലോഗിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ പ്ലാന്റ്സിൻ്റെ ഫോട്ടോസും അതിൻ്റെ റേറ്റും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഇൽഹാൻസ് പാരഡൈസ് എന്ന പേരിൽ നമുക്ക് ഓരോ പേജുണ്ട്. ആ പേജിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കയറി ഒന്ന് ഫോളോ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ അതിൽ ഞാൻ പ്ലാന്റ്സിൻ്റെ ഒക്കെ അപ്ഡേഷനൊക്കെ കാണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റ്സ് ഒക്കെ കാണാം. ആദ്യത്തെ പ്ലാന്റ് ഇതാണ്. ഇത് ഫിലോഡെൻഡ്രൻ മൈക്കൻസ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് നമുക്ക് ഹാങ് ചെയ്ത് വളർത്താം. അതുപോലെ സ്ക്വയർ സ്റ്റിക്ക് ഒക്കെ വെച്ച് ക്ലൈംബ് ചെയ്തും ഒക്കെ വളർത്താവുന്ന പ്ലാന്റ് ആണ്. വളരെ ഫാസ്റ്റായിട്ട് വളരുന്ന ഒരു ഫിലോഡെൻഡ്രൻ പ്ലാന്റ് ആണിത്. നല്ല ഒരു പ്രത്യേക കളറാണ് ഇതിന്. നല്ലൊരു വെൽവെറ്റ് ഷെയ്ഡാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ കളർ ഒരു ബ്രൗൺ കളറാണ്, ഒരു ചോക്ലേറ്റ് ബ്രൗൺ ആണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് 35 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചോളൂ. അടുത്തത് പെഡിലാന്തസിൻ്റെ ഒരു പ്ലാന്റ് ആണ്. പെഡിലാന്തസിൻ്റെ നോർമൽ വെറൈറ്റിയാണ്, പക്ഷേ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണിത്. നല്ല ഭംഗിയായിട്ട് നല്ല ബുഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് കട്ട് ചെയ്ത് ബുഷിയാക്കി നിർത്തി വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ്. ഒരുപാട് ചട്ടികളിൽ ഇങ്ങനെ നിറയെ തിങ്ങി നിറഞ്ഞുണ്ടായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ നമ്മൾ കൊടുക്കുന്ന ഒരു 3-4 സ്റ്റെമ്മ് വരുന്ന റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇത്രയും ഒരു പ്ലാന്റിന് 35 രൂപയാണ് നമ്മൾ പ്രൈസ് ഇട്ടിരിക്കുന്നത്. അപ്പം നല്ല ഭംഗിയായിട്ട് വളരുന്ന, എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണിത്. അടുത്ത പ്ലാന്റ് ഐറിസൻ ബ്ലഡ് ലീഫ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഹെർബിസ്റ്റി എന്നും ഈ പ്ലാന്റിൻ്റെ പേരുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഒരു പിങ്ക് കളറിലാണ് ഈ പ്ലാന്റ് ഉള്ളത്. ഇതും ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ ഗാർഡൻ കളർഫുള്ളാക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സുന്ദരിയായിട്ട് നമ്മുടെ ഗാർഡനിൽ നിൽക്കുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഇത്രയും വലിപ്പമുള്ള തൈകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഇത്രയും പോട്ടിൽ ഒരു 3-4 സ്റ്റെമ്മ് ഉള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. 35 രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത്. നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. സൂപ്പർ പ്ലാന്റ് ആണിത്. അടുത്തത് സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. സിങ്കോണിയത്തിൻ്റെ ഡാർക്ക് ഗ്രീൻ ലീഫിൽ വൈറ്റ് കളർ, സെൻറ്ററിലൂടെ വൈറ്റ് കളർ ഒരു വെയിൻസ് വരുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത്. ഇത് അത്യാവശ്യം കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് ആണ്, പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന പ്ലാന്റ്സിൽ മിക്കതും തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ വളർത്താൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിൻ്റെ ലീഫിനും ചെറിയൊരു വെൽവെറ്റ് ടച്ച് വരുന്ന ലീഫാണ്. ഇത് നമുക്ക് 1-2 ഷൂട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഈ പ്ലാന്റ് 25 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പിൽ അയച്ചു തന്നോളൂ. അടുത്തത് എപ്പീഷ്യ അല്ലെങ്കിൽ ഫ്ലെയിം വയലറ്റ് എന്നൊക്കെ വിളിക്കുന്ന പ്ലാന്റിൻ്റെ തന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള വെറൈറ്റിയാണിത്. നല്ല റെഡ് കളർ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ഈ ചെടിയിൽ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് വളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിറയെ പൂക്കളുണ്ടായി നിൽക്കും. എന്നും പൂക്കളുണ്ടാവുന്നൊരു ചെടിയാണ്. ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് വളർത്താം, ഹാങ് ചെയ്ത് വളർത്താം, ഗ്രൗണ്ട് കവറായിട്ടൊക്കെ നമുക്ക് വളർത്താവുന്നൊരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഒരു 3-4 കട്ടിങ്സ് വരുന്ന റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. 30 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വിലയുള്ളത്. നിറയെ പോട്ടിൽ തിങ്ങി നിറഞ്ഞിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് വളരുന്ന ഒരു ചെടിയാണിത്. അടുത്തത് ഒരു പെപ്പറോമിയ പ്ലാന്റ് ആണ്. പെപ്പറോമിയയുടെ നല്ല ഡാർക്ക് ഗ്രീൻ ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇത് ഹാങ്ങിങ് പ്ലാന്റ് അല്ല, നമ്മളിങ്ങനെ നേരെ സ്റ്റെമ്മായിട്ട് ഇങ്ങനെ വളരുന്ന പ്ലാന്റ് ആണ്. പക്ഷേ ചട്ടിയിൽ തിങ്ങി നിറഞ്ഞ് ബുഷിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാൻ. വൈറ്റ് കളർ പോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡോറിൽ വെക്കാവുന്ന ഒരു പ്ലാന്റ് ആണ്. ഔട്ട്ഡോറിന് വളർത്താം, കുഴപ്പമൊന്നുമില്ല. അധികം വെയിലൊന്നും ഈ പ്ലാന്റിന് ആവശ്യമില്ല. ഇതിൻ്റെ ലീഫ് നല്ല ഷൈനിങ് ആണ്, നല്ല ഗ്ലോയിങ് ആണ് ഇതിൻ്റെ ലീഫ്. അതുപോലെ തന്നെ നല്ല കട്ടിയുണ്ട്. നല്ല ഭംഗിയായിട്ട് വളരുന്ന
ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഒരു പ്ലാന്റ് ആയിട്ട് മാത്രം കാണുന്നതുകൊണ്ടാണ് അത്ര ഒരു ഭംഗിയൊന്നും നിങ്ങൾക്ക് തോന്നാത്തത്. പക്ഷേ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന് 30 രൂപയാണ് വില. അടുത്തത് വാണ്ടറിങ് ജൂ പ്ലാന്റ് ആണ്. വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണെങ്കിലും കാണാൻ വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. നമുക്ക് ഹാങ് ചെയ്ത് വളർത്താം, ഗ്രൗണ്ട് കവറും ചെയ്തും ഒക്കെ വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ്. ഒരു തണ്ടോ ഒരു കട്ടിങ്സോ ഒക്കെ എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ പോലും വളരെ നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ്. കുറച്ച് വെള്ളവും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് വളരും. ഈ ഒരു പോട്ടിൽ നിറഞ്ഞ് തിങ്ങി ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നുണ്ട്. ഇത്രയും തന്നെ പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം വലുതായിട്ടുണ്ട്, സ്റ്റെമ്മൊക്കെ നന്നായിട്ട് ഹൈറ്റ് വെച്ച് പോയിട്ടുണ്ട്, ഹാങ് ചെയ്ത് വരാൻ തുടങ്ങിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ അടിഭാഗം കണ്ടോ, നല്ലൊരു ഡാർക്ക് പർപ്പിൾ കളറൊക്കെയാണ്. അപ്പോൾ ഹാങ് ചെയ്തിടുമ്പോൾ ആ 2 കളറും കൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിന് നമുക്ക് 35 രൂപയാണ് നമ്മൾ ഇതിന് വിലയിട്ടിരിക്കുന്നത്. അത്യാവശ്യം തിക്കായിട്ട് നിറഞ്ഞ് പ്ലാന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ 35 രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ. ഇതിൻ്റെ ഇത്രയും കണ്ടോ, ഇങ്ങനെ താഴത്തേക്കൊക്കെ ഹാങ് ചെയ്ത് അത്രയും ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്തതൊരു സ്നേക്ക് പ്ലാന്റിൻ്റെ തൈയാണ്. അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുള്ള തൈകളാണ്. സൈഡിൽ കൂടെ നല്ല ഒരു യെല്ലോ കളർ ബോർഡർ വരുന്ന, നടുക്ക് അത്യാവശ്യം കുറച്ച് ഗ്രീനും യെല്ലോയും കൂടെ കലർന്നിട്ടുള്ള ഒരു ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ പ്ലാന്റ് നല്ല ഭംഗിയാണ്. നമുക്കിത് ഒട്ടും വെളിച്ചമില്ലാത്ത സ്ഥലത്തും നമുക്ക് വളർത്താവുന്ന പ്ലാന്റാണ്. പ്ലാന്റ്സ് ഒക്കെ വളർത്താൻ ഇഷ്ടമുണ്ടെങ്കിലും സമയമില്ലാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് പറ്റിയ പ്ലാന്റാണ് ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ എല്ലാ വെറൈറ്റീസും തന്നെ. ഇത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ്. ഒരു തൈയാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു തൈ മാത്രമല്ല കേട്ടോ, എത്ര തൈ വേണേലും തരും. ഒരു തൈ 45 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു ഷൂട്ട് 1 ഷൂട്ട് പ്ലാന്റ് 45 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുള്ള പ്ലാന്റാണ്. അടുത്ത പ്ലാന്റ് ഇതാണ്. ഇത് ഫിലോഡെൻഡ്രൻ ബേൾമാക്സ് ആണ്. ഫിലോഡെൻഡ്രൻ പ്ലാന്റ്സിൽ എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ് ആണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്ലാന്റ്. നല്ല ലീഫും അതുപോലെ തന്നെ നല്ല ഡാർക്ക് ഗ്രീൻ കളർ ലീഫ്, അതുപോലെ ലീഫിലൊക്കെ നല്ല ഒരു ഗ്ലോയിങ് ആണ്, നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. നമുക്കിത് സ്റ്റിക്കയിൽ കയറ്റി വിട്ട് വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണിത്. അത്യാവശ്യം ഒരു വെളിച്ചമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് വെക്കാം. ഇനിയിപ്പോൾ വെളിച്ചം ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വെള്ളത്തിലും മണ്ണിലും ഒക്കെ വളർത്താം. ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കേട്ടോ. അതേ കണ്ടോ, നിറയെ വേരൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. ഇങ്ങനെ നമുക്ക് എത്ര കാലം വേണേലും ഇവരെ വളർത്താൻ പറ്റും. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ 25 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. നല്ല എയർ പ്യൂരിഫയിങ് പ്ലാന്റും കൂടിയാണിത്. അപ്പോൾ ഈ പ്ലാന്റ് ഇഷ്ടമായി, ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ. അടുത്തതൊരു ഡ്രസീനിയ പ്ലാന്റ് ആണ്. ഡ്രസീനിയ ഫ്ലോറിഡ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഗ്രീൻ ലീഫിൽ യെല്ലോ കളർ ഡോട്ടായിട്ടാണ് വരുന്നത്. നിറയെ ഡോട്ടാണ് ഈ പ്ലാന്റിൻ്റെ അകത്ത് വരുന്നത്. നല്ല ഭംഗിയെന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത്. ഇത് നമുക്ക് വീടിനകത്തും വളർത്താം, പുറത്തും വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന് 35 രൂപയാണ് വില. അത്യാവശ്യം ഹൈറ്റ് വെച്ചിട്ടുള്ള ഒരു തൈയാണിത്. അപ്പോൾ ഈ പ്ലാന്റാണ് നമ്മുടെ അടുത്ത പ്ലാന്റ്. അടുത്തത് റിബൺ ഗ്രാസ് ആണ്. ഇത് നല്ല ഒരു ഡാർക്ക് ഗ്രീൻ കളർ ലീഫ്, അതിൻ്റെ സൈഡിൽ കൂടെ വൈറ്റ് കളർ ബോർഡർ, നോർമലായിട്ട് കാണുന്ന വെറൈറ്റിയാണ്. നമുക്ക് ബോർഡറായിട്ട് വെച്ച് പിടിപ്പിക്കാവുന്ന ഒരു പ്ലാന്റാണിത്. നിറയെ തിങ്ങി നിറഞ്ഞുണ്ടാവുന്ന ഒരു പ്ലാന്റാണ്. ചട്ടിയിലായാലും നമ്മൾ നേരിട്ട് മണ്ണിലേക്ക് നടുകയാണെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് തിങ്ങി നിറഞ്ഞുണ്ടാവുന്ന പ്ലാന്റാണ്. ബോർഡർ ഗ്രാസ് എന്നും റിബൺ ഗ്രാസ് എന്നും ഈ പ്ലാന്റിന് പേരുണ്ട്. നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാനായിട്ട്. ഇതിൻ്റെ ആ ഒരു ഡാർക്ക് ഗ്രീൻ കളറും സൈഡിൽ കൂടെയുള്ള വൈറ്റ് കളറും കൂടെ വരുന്ന ആ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയാണ്. ഈ പ്ലാന്റ് 20 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്, 20 റുപ്പീസിന്. ഈ പ്ലാന്റ് ഇങ്ങനെ തന്നെയല്ല 20 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഇതിൻ്റെ 2-3 ഷൂട്ട്സ് ആയിട്ടായിരിക്കും കൊടുക്കുക. അടുത്തത് റിബൺ ഗ്രാസിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. വൈറ്റും ആഷും കളർന്ന ഒരു വെറൈറ്റിയാണിത്. ഈ പ്ലാന്റ് കുറച്ചുകൂടെ ഹൈറ്റ് വയ്ക്കുന്ന പ്ലാന്റാണ്. ഇത് നമുക്ക് ബോർഡറായിട്ട് വളർത്താൻ പറ്റും. നല്ല തിക്കായിട്ട് ബുഷിയായിട്ട് നിറയെ ഉണ്ടാവുന്ന പ്ലാന്റാണിത്. ഈ പ്ലാന്റിന് റിബൺ ഗ്രാസ് എന്നുള്ള പേര് നമ്മൾ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്യുമ്പോൾ റാപ്പ് ചെയ്യുന്ന ആ ഒരു റിബണില്ലേ, അതിൻ്റെ ഒരു മോഡലിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട്. ഈ പ്ലാന്റിന് നമ്മൾ 20 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അടുത്തതൊരു അരേലിയ പ്ലാന്റ് ആണ്. അരേലിയയുടെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണിത്. നല്ല ഭംഗിയെന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. ഇത് നിറയെ ഇങ്ങനെ ബുഷിയായിട്ട് ചട്ടിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതും നമുക്ക് ബോർഡറായിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത്. ഈ പ്ലാന്റ് നമ്മൾ 25 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ചെറിയ തൈകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത്രയുള്ള തൈകളാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് 25 രൂപയ്ക്ക്, 25 റുപ്പീസിന്.
അടുത്തത് റിയോ പ്ലാന്റ് ആണ്. റിയോയുടെ കോമൺ വെറൈറ്റി ആണിത്. നല്ല ഗ്രീൻ ലീഫും അതുപോലെ തന്നെ ഈ ലീഫിൻ്റെ അടിഭാഗത്ത് നല്ല ഡാർക്ക് പർപ്പിൾ കളറും വരുന്ന പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ബോർഡറായിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ്. വളരെ ഫാസ്റ്റായിട്ടെന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് നിറയെ തിങ്ങി ഉണ്ടാവുന്ന പ്ലാന്റ് ആണിത്. മണ്ണിൽ നടുകയാണെങ്കിലും ചട്ടിയിൽ നടുകയാണെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് ഒരുപാട് തൈകളും ഷൂട്ട്സും വരുന്ന പ്ലാന്റ് ആണിത്. നല്ല ഭംഗിയാണ്. ഒന്നിച്ച് ഇവരിങ്ങനെ കുറേ അധികം ഒന്നിച്ച് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണിത്. ഈ പ്ലാന്റിന് 25 രൂപയാണ് വില. ഇതിൻ്റെ ഒരു ഷൂട്ടായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് 25 രൂപയാണ്, 25 റുപ്പീസ്. അടുത്തത് റിയോയുടെ തന്നെ ഒരു വെരിഗേറ്റഡ് ആയിട്ടുള്ള ട്രൈ കളർ വരുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇതിനകത്ത് കുറച്ച് ഒരു പിങ്ക് കളർ ലൈൻസ് ഒക്കെ വരുന്ന ഒരു പ്ലാന്റ് ആണ്. അടിഭാഗം ഇതുപോലെ തന്നെ ഡാർക്ക് പർപ്പിൾ കളറിലായിരിക്കും ഇരിക്കുക. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. മറ്റേ റിയോ പോലെ തന്നെ വളരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ വയ്ക്കാവുന്ന ഒരു പ്ലാന്റ് ആണിത്. അത്യാവശ്യം വെയിൽ കിട്ടിയാലാണ് ഇതിന് ആ ഒരു പിങ്ക് ഷെയ്ഡൊക്കെ നന്നായിട്ട് വരുന്നത്. ഈ പ്ലാന്റിന് 35 രൂപയാണ് വില. അടുത്തത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ തൈകളാണ്. വയലറ്റ് കളർ പൂക്കളാണ് ഈ ഒരു ചെടിയിൽ ഉണ്ടാവുന്നത്. നിറയെ പൂക്കളുണ്ടാവും. അതുപോലെ തന്നെ കുറേ നാൾ ഇതിൽ പൂക്കൾ നിൽക്കുകയും ചെയ്യും. അതാണ് ഈ ഓർക്കിഡ് പൂക്കളുടെ പ്രത്യേകത. അപ്പോൾ ഇത് അത്യാവശ്യം ഇത് കുറച്ച് ചെറിയ തൈയാണ്. ഇതിൻ്റെ തന്നെ വലിയ തൈകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. 25 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില, 25 റുപ്പീസ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുറേ തട്ടും മുട്ടും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ 3 ചുറ്റിലും 2-3 ബിൽഡിങ്സ് പണിയുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ തട്ടും മുട്ടും കേൾക്കുന്നത്. വൈകുന്നേരം വരെ ഈ ഒരു തട്ടും മുട്ടുമായിരിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത പ്ലാന്റ് ഇതാണ്. ഇതൊരു കലേഡിയം വെറൈറ്റിയാണ്. കലേഡിയത്തിൻ്റെ വളരെ നോർമലായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. പക്ഷേ ഈ പ്ലാന്റിന് ഒരുപാട് ആവശ്യക്കാരുണ്ട്. കുറേ അധികം ആളുകൾ ഈ പ്ലാന്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പ്ലാന്റ് നമ്മൾ 20 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് വെയിൻസ് വരുന്ന ഒരു സൂപ്പർ പ്ലാന്റ് ആണിത്. 20 റുപ്പീസിനാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത്. അടുത്തതും ഒരു കലേഡിയം പ്ലാന്റ് തന്നെയാണ്. ഈ പ്ലാന്റിനും ഒരുപാട് ആവശ്യക്കാരുണ്ട്. ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്ലാന്റ് ഉണ്ടോ, ഈ ഒരു കലേഡിയം വെറൈറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഈ പ്ലാന്റ് നമ്മൾ 25 രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ ചെറിയ തൈകളാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. കാരണം ഇത് നട്ട് വളർത്താനും ചെറിയ തൈകളാണ് എളുപ്പം. അതുപോലെ നമുക്ക് കൊറിയർ ചെയ്യുമ്പോൾ അത് പാക്ക് ചെയ്യാനൊക്കെ എളുപ്പം ചെറിയ തൈകൾ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ചെറിയ തൈകളാണ് നമ്മൾ ഇതിൻ്റെ തരുന്നത്. അടുത്തത് ഒരു പെപ്പറോമിയ പ്ലാന്റ് തന്നെയാണ്. പെപ്പറോമിയയുടെ ഒരു ഹാങ്ങിങ് വെറൈറ്റി ആണിത്. വളരെ ഫാസ്റ്റായിട്ട് വളരുകയും ചെയ്യും. വളരെ ചട്ടിയിൽ തിങ്ങി നിറഞ്ഞുണ്ടാവുകയും ചെയ്യുന്ന ഒരു വെറൈറ്റി ആണിത്. ഈ പ്ലാന്റ് 25 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ജിഫി ബാഗിൽ പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ്, കട്ടിങ്സ് ആണ്, റൂട്ടഡ് ആയിട്ടുള്ള കട്ടിങ്സ് ആണ്. നിറയെ വേരുകളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണിത്. ഈ പ്ലാന്റ് 25 റുപ്പീസിനാണ് കൊടുക്കുന്നത്. അടുത്തത് സ്പൈഡർ കലേഡിയം പ്ലാന്റ് ആണ്. ഇതിൻ്റെ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുള്ള തൈകളാണ് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ പ്ലാന്റ് നമ്മൾ 25 റുപ്പീസിന് തന്നെയാണ് കൊടുക്കുന്നത്. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റിനും കുറേ അധികം ആവശ്യക്കാരുണ്ട്. ഈ പ്ലാന്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കുറേ പേരൊക്കെ നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ കുറച്ച് തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. 25 റുപ്പീസാണ് ഇതിൻ്റെ വില. അപ്പോൾ നമുക്ക് ഇന്ന് സെയിലിനുള്ള പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഈ ചെടികളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ളതുണ്ട്, വാങ്ങിക്കുന്ന താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ അതേ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ നമ്പറിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിലും ഞാൻ ആ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഈ ഫ്യൂച്ചറിൽ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ പുതിയ പുതിയ സ്റ്റോക്ക് വരുന്നതും പുതിയ പ്ലാൻസും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ഇടും, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടല്ലോ, അവര് പ്ലാൻസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. പിന്നെ എന്താണ്, അപ്പൊ ഇനി അടുത്ത് നമുക്ക് ഒരു വീഡിയോയിൽ കാണാം. ബൈ.